ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ ബി. ഗോപാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ ടി.പി. വധക്കേസ് പ്രതികളെ ഇപ്പോൾ പുറത്തു വിട്ടുകഴിഞ്ഞാൽ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന ഒരു ചോദ്യമാണ് ഈ ജയിൽ വകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ മുഴുവൻ ജയിലുകളുടെയും സൂപ്രണ്ടുമാർക്ക് ഇത്തരത്തിലൊരു കത്ത് നൽകിയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഈ ടി.പി. കേസ് പ്രതികളെ സംരക്ഷിക്കുവാനും ഇവരെ അടിക്കടി പരോൾ നൽകാനും ഒക്കെ വലിയ നീക്കങ്ങൾ മുൻകാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത് ശ്രീ ബി. ഗോപാലകൃഷ്ണൻ? പ്രതികളെന്ന് പറയുന്നവർ വെറും ബിനാമികളാണ്. അവർ ജയിലിന്റെ ഉള്ളിൽ കഴിയുന്നത് യജമാനന്മാരുടെ താല്പര്യപ്രകാരമാണ്. കാരണം ടി.പി. ചന്ദ്രശേഖരനെ വധിക്കുക എന്നത് ഇന്ന് ജയിലിൽ കഴിയുന്ന ആളുകളുടെ താല്പര്യമല്ല, മറിച്ച് ജയിലിൽ അവർ പോകുന്നത് മറ്റു ചില ആളുകളുടെ താല്പര്യം നടപ്പാക്കിയതിനു ശേഷമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതന്മാരാണ് യഥാർത്ഥത്തിൽ ഈ കേസിലെ യഥാർത്ഥ പ്രതികൾ. പിണറായി വിജയന്റെയും ഗോവിന്ദൻ മാഷ്ടെയും ഒക്കെ അനുവാദത്തോടെ കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള CPM-ന്റെ ഉന്നതന്മാരായിട്ടുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരമാണ് അൻഹിലേഷൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശത്രുക്കളെ നിഗ്രഹിക്കുക എന്നതാണ്. ജനാധിപത്യം ഇല്ലാത്ത ഒരു പാർട്ടിയാണ്. എതിർ ശബ്ദങ്ങളെ അനിഹിലേറ്റ് ചെയ്യുക, ഉന്മൂലനം ചെയ്യുക. ഉന്മൂലന സിദ്ധാന്തം അവര് പണ്ട് ഉന്മൂലന സിദ്ധാന്തം കൊണ്ടുവന്നത് തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുന്ന മുതലാളി വർഗത്തെ ഇല്ലായ്മ ചെയ്യുക. ഇതായിരുന്നു കാറൽ മാർക്സിന്റെ കാഴ്ചപ്പാട്. പക്ഷെ ഇവിടെ ഉന്മൂലനം തൊഴിലാളിയെ തന്നെയാണ് ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ തന്നെയാണ് ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ RSSുമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ BJPയുമായി പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകരെയാണ് ചെയ്യുന്നത്. ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു മുതലാളിയെ ഇവര് കൈകൊണ്ട് പോലും സ്പർശിച്ചതായിട്ടുള്ള ചരിത്രവുമില്ല. അപ്പൊ ടി.പി. ചന്ദ്രശേഖരൻ വളർന്നു വന്നാൽ അയാൾ ചോദ്യം ചോദിക്കും. ഇവർ കാണിക്കുന്ന പേക്കൂത്തിന്, ഇവർ കാണിക്കുന്ന അഴിമതിക്ക്, ഇവർ കാണിക്കുന്ന സ്വജനപക്ഷപാതത്തിന്, ഇവർ കാണിക്കുന്ന സ്വന്തം വീട്ടുകാരോടുള്ള അല്ലെങ്കിൽ വീട്ടിലെ ആൾക്കാരോട് കാണിക്കുന്ന മമതയും സ്നേഹവും അഴിമതിയും സ്വജനപക്ഷപാതവും ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാവാൻ പാടില്ല. പണ്ട് ചങ്ങരാടി പറഞ്ഞ മാതിരിയാണ്, അവനെ രണ്ട് രീതിയിൽ ഇല്ലാതാക്കുക. ഒന്നുകിൽ പെൺ കേസിൽ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ കൊല്ലുക തീർക്കുക. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ ഭരണകർത്താക്കളുടെ അഴിമതിക്കെതിരായ പെരുവിരൽ ഉയർത്തിയതിനെതിരായ ഒരു നിഗ്രഹമായിരുന്നു, അനിഹിലേഷനായിരുന്നു, ഉന്മൂലനമായിരുന്നു ടി.പിക്കെതിരായിട്ടുണ്ടായത്. അപ്പൊ അത് മുകൾ തട്ടിലുള്ള ഉന്നതന്മാരുടെ നിർദ്ദേശം ചില ആളുകൾ നടപ്പാക്കി. ആ നടപ്പാക്കിയ ആൾക്കാരെയാണല്ലോ കോടതി ശിക്ഷിക്കുക. അതിന്റെ കോൺസ്പിറസി അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു വകുപ്പും ഇപ്പൊ ഇല്ല. കോൺസ്പിറസി പലപ്പോഴും തെളിയിക്കാൻ പറ്റില്ല. കോൺസ്പിറസി പോയിട്ട് ഈ കേസ് തന്നെ, ഇത് എങ്ങനെയാണ് ഈ പ്രതികൾ അറസ്റ്റായതൊക്കെ നമുക്കറിയാലോ. അവിടെ കൊണ്ടുവന്നിട്ട് S ചക്രത്തില് വാളിട്ടു, S ചക്രത്തിൽ കത്തിയിട്ടു, ചുരികയിട്ടു, അതിൽ ഓമം എഴുതി, അത് RSS ആണെന്ന് കാട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടന്നു. ഒരു ചെറുപ്പക്കാരനെ അതിന്റെ പേരിൽ തല്ലി, അവന്റെ കൈയും കാലും നടുവ് ഒടിച്ചു പോലീസുകാർ. അപ്പൊ അന്നത്തെ പോലീസ് മേധാവികൾ ഈ ടി.പിയെ കൊലപ്പെടുത്തിയത് RSS ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടന്നിരുന്നു. അപ്പോ ഇവര് കൊല്ലുക, എന്നിട്ട് അവര് ഈ രീതിയിലുള്ള പ്രചരണം നടത്തുക. മനസ്സിലായില്ലേ? പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുക. അവർക്ക് ഇഷ്ടമല്ലേ തല്ലിക്കൊല്ലുക. അപ്പൊ അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലെ അന്നത്തെ മന്ത്രിയുടെയും ചില ആളുകളുടെയും താല്പര്യപ്രകാരമാണ് കുറെയെങ്കിലും അന്വേഷണം നടന്നത്. പക്ഷെ നിങ്ങൾക്കറിയാം, അന്വേഷണം പകുതി വഴിയിൽ വെച്ച് അന്വേഷണം മരവിക്കുകയും ചെയ്തു. എന്നാലും കുറെ സ്ഥലത്ത് പ്രതികളൊക്കെ ചേർക്കപ്പെട്ടു, കോടതി ശിക്ഷിച്ചതിന് ശേഷം ഇവർ ജയിലിലേക്ക് പോയപ്പോൾ ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഈ മാടമ്പി പ്രമാണിമാർ തയ്യാറായി. ഒരു ഓട്ടോറിക്ഷക്കാരനോ അല്ലെങ്കിൽ ഒരു RSSകാരനോ അല്ലെങ്കിൽ ഒരു BJPക്കാരനോ അല്ലെങ്കിൽ ഇതര വേറെ രാഷ്ട്രീയക്കാരനോ ഒരു പരോള് കിട്ടണമെങ്കിൽ കയറി ഇറങ്ങി കാലൊടിയും. പക്ഷെ ഇവർക്കെല്ലാ സുഖ സൗകര്യങ്ങളും ജയിലിനുള്ളിലും ജയിലിന് വെളിയിലും. അവിടുന്ന് കാരായി ചന്ദ്രശേഖരൻ, കാരായിമാരുടെ രാജന്റെ കാര്യമൊക്കെ നമുക്കറിയാലോ. ഇവർക്കൊക്കെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് ഈ പ്രമാണിമാര്. അപ്പൊ ഇവരെ അത് കോടതി അറിഞ്ഞുകൊണ്ടാണ് കോടതി അടുത്ത ഇത്ര വർഷത്തേക്ക് ഇവർക്ക് പ്രത്യേകിച്ച് ആനുകൂല്യമൊന്നും കൊടുക്കരുതെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇവിടെ അവരെ വെളിയിൽ വിടാനുള്ള സജ്ജീകരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിന്ന് ഇവർ വെളിയിൽ വിട്ടാൽ യാതൊരു പ്രശ്നവുമില്ല. പരോള് കൊടുക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ആ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ക്ലിയർ ആണോ എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ക്ലിയർ അല്ല എന്ന് പറയുമ്പോഴാണ് ഈ BJP-കാരുടെ എല്ലാ പരോളും തള്ളിക്കളയുന്നത്. അവർ പോലീസിനെ കൊണ്ട് എഴുതിപ്പിക്കും, ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ശരിയല്ല, ഇവിടെ വന്നാൽ കുഴപ്പമുണ്ടാവും. ഇപ്പൊ ഇതിങ്ങനെ എഴുതിക്കുന്നറിയോ അവരെ വെറുതെ വിടാനായിട്ടാണ്. അവരെ ഇനി ജയിലിനുള്ളിൽ നിന്നും വിടാൻ വേണ്ടി അത് സർക്കാരിന് ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ ആ സർക്കാരിന്റെ തീരുമാനം ആ രീതി നടപ്പാക്കി ഇവരെ വെളിയിൽ വിടാൻ, യഥേഷ്ടം തുറന്നു വിടാൻ ഉള്ള ബോധപൂർവമായ ശ്രമമാണ്. ഒരു ജനാധിപത്യ സർക്കാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ലാത്തതാണ്. പക്ഷെ ജനാധിപത്യം ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ സമീപനം ആകെ ഇതിനിപ്പോ ഒരു കോടതി മാത്രമാണ്. ഇപ്പൊ ശബരിമലയിലെ കോടതി മാത്രമാണ്. വേറെ എന്ത് ചെയ്തിട്ട് എന്താ കാര്യമെന്ന് ഒരു കാര്യമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അവർക്ക് എന്തവർ പറഞ്ഞാലും അന്തം കമ്മികൾ വോട്ടും ചെയ്യും. മനസ്സിലായില്ലേ? വിവരമില്ലാത്ത കുറെ ഹിന്ദുക്കൾ വോട്ട് ചെയ്യും. ശബരിമലയിൽ സ്വർണം കട്ടുകൊണ്ട് പോയവൻ ഇലക്ഷൻ നിന്നാലും ഇവിടുത്തെ ഹിന്ദുക്കൾ വോട്ട് ചെയ്യും. അപ്പുറത്ത് ശരണവും വിളിക്കും. അത്രേ ഉള്ളൊരു പൊളിറ്റിക്കൽ ഔട്ട്ലുക്ക് ഇല്ല, പൊളിറ്റിക്കൽ കാഴ്ചപ്പാടില്ല. അപ്പൊ ഇപ്പോ ഈ പ്രതികളെ മുഴുവനും തുറന്നുവിടാനുള്ള ബോധപൂർവമായ ശ്രമം ജനാധിപത്യ കുരുതിയാണ്. ജനാധിപത്യത്തിന് ഇല്ലാതാക്കലാണ്. ജനാധിപത്യം മാത്രമല്ല, നിയമസംഹിതയ്ക്ക് വെല്ലുവിളിയാണ്. ഒരു കാരണവശാലും അത് അനുവദിക്കാൻ പറ്റില്ല. അത് ഫാസിസ്റ്റ് സമീപനമാണ്. അത് പിണറായി സർക്കാരിന്റെ മാടമ്പിത്തരമാണ്, തെണ്ടിത്തരാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞ തെണ്ടിത്തരാണ്. മനസ്സിലായില്ല? ബിനാമികളെ ഉള്ളിലിടാതിരിക്കാനുള്ള തെണ്ടിത്തരമാണ്. ഇത് അനുവദിക്കാൻ പാടില്ല ഒരു കാരണവശാലും. വളരെ നന്ദി ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. വീണ്ടും മിഥുൻ പിള്ളയിലേക്ക് പോവുകയാണ്. മിഥുൻ, ഈ